ഏവർക്കും നമസ്കാരം. കോട്ടയം സക്ഷമയുടെ ഈ വർഷത്തെ സൂർസാഗർ ഭക്തകവി സൂർദാസിന്റെ ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ ഈ താലൂക്കിൽ താലൂക്കിൽ കടപ്പാത്ത് ക്ഷേത്രത്തിൽ വെച്ചിട്ട് നാളെ മെയ് 10-ാം തീയതി ഭിന്നശേഷി കുട്ടികളുടെ ഒരു സംഗമം നടക്കുക. അതിന് മാജിക് ടച്ച് എന്നാണ് പേര്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് സക്ഷമയുടെ ജില്ലാ സെക്രട്ടറി സ്വപ്നയാണ്, ചിറക്കളവ് സ്വദേശിയാണ്. അതോടൊപ്പം സക്ഷമയുടെ റോസ് ഗാർഡൻ സ്വയം തൊഴിൽ സംവിധാനങ്ങളുടെ ചുമതല നോക്കുന്ന ശ്രീരാജ് മാഷുണ്ട്. അതോടൊപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ജയരാജ്, സക്ഷമയുടെ ജില്ലാ പ്രസിഡന്റ്. ഭിന്നശേഷി മേഖലയിൽ കഴിഞ്ഞ 2008 മുതൽ ഭാരതത്തിലെ ആസകലം ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സമദൃഷ്ടി ക്ഷമതാ വികാസ് ഏവം അനുസന്ധാൻ മണ്ഡലം എന്ന സക്ഷമം. കേരളത്തിൽ അതിന്റെ പ്രവർത്തനം 2008 മുതൽ തന്നെ ഉണ്ട്. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് സക്ഷമയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടന്നു വരുന്നു. സക്ഷമയുടെ ആരാധ്യപുരുഷനായ ആചാര്യനായി കാണപ്പെടുന്നത് ഭക്തകവി സൂർദാസിനാണ്. 14-15 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഭക്തകവി സൂർദാസിനെയാണ് സക്ഷമ ആചാര്യനായിട്ട് കാണപ്പെടുന്നത്. ആ ആചാര്യന്റെ ജയന്തി വർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് ഭിന്നശേഷി മേഖലയിലെ കുട്ടികളുടെ കലാമത്സരങ്ങളായിരുന്നു സക്ഷമ കോട്ടയത്ത് മൗണ്ട് കാർമൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു സംഘടിപ്പിച്ചത്. ഒരു ദിവസം നീളുന്ന പരിപാടിയായിരുന്നു. ഇത്തവണ ഭിന്നശേഷി മേഖലയിലെ പ്രതിഭകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു സ്റ്റേജ് അനുവദിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് പബ്ലിക്കിനായിട്ട് ഒരു ഷോയാണ് ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പാലാ താലൂക്കിലെ കടപ്പാറ ക്ഷേത്രത്തിൽ നാളെ വൈകുന്നേരം 3 മണിക്കൂർ ആരംഭിക്കും. ഇതാണ് ഈ പരിപാടിയുടെ ചുരുക്കം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാലാ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ വി സംഘാനന്ദജിയാണ്. അതോടൊപ്പം പരിപാടിയിലെ സമ്മാനദാനം അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ടുള്ള ഷോൺ ജോർജ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ശ്രീ തോമസ് അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതായിരിക്കും. കോട്ടയം സക്ഷമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൂർദാസ് ജയന്തിയോടനുബന്ധിച്ച് നടന്ന കലാ സംഗമമാണ് ഈ നാളെ പാലായി കടപ്പാട്ടൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. മാജിക് ടച്ച്, അത് തന്നെ ഒരു ഭിന്നശേഷി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ആ ഒരു പേര് പോലും തന്നിരിക്കുന്നത്. മാന്ത്രിക സ്പർശം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാജിക് ടച്ച് എന്ന പേര് നൽകിയിരിക്കുന്നത്. അപ്പം അതുപോലെ കലാപരമായ കഴിവുകളുള്ളവരെ, അവർക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള കലാപരമായ കഴിവുകളുള്ളവർക്ക് അവർക്ക് ഇതിനു വേണ്ടിയിട്ടൊരു അവസരം, കലാപരമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനും ഇത്രയും കലാപരമായ കഴിവുകളുള്ളവര് സമൂഹത്തിലുണ്ട്. ഭിന്നശേഷിക്കാരെ എപ്പോഴും വീടിനുള്ളിലാണ് അടച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും കഴിവുകളുള്ള ആൾക്കാർ ഭിന്നശേഷിക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പിന്നെ ഇവരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഇവരുടെ കലാപരമായ കഴിവുകൾ ജനങ്ങളുടെ മുന്നിലൊന്ന് കാണിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സക്ഷമ ഒരു സേവന സംഘടനയാണ്. സേവനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സക്ഷമയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ധാരാളം സേവന പ്രവർത്തനങ്ങൾ കോട്ടയം ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50ഓളം പേർക്ക് നമ്മൾ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് 450 പരം കിറ്റുകൾ നമ്മൾ ജില്ലയിൽ സേവന പ്രവർത്തനം നടത്തി കൊടുത്തു. അതുപോലെ വീൽ ചെയർ, അതുപോലുള്ള സഹായ ഉപകരണങ്ങൾ ആവശ്യമായവർക്ക് നമ്മൾ അത് തിരിച്ചു നൽകാറുണ്ട്. പിന്നെ നമുക്ക് പാലിയേറ്റീവ് സംവിധാനമുണ്ട്. കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ പോയിട്ട് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ആരും തുണയില്ലാതെ പോലെ ആശുപത്രിയിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നവരെ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാലിയേറ്റീവ് വാഹനമുണ്ട്. അതിൽ ആശുപത്രിയിൽ പോകുവാനുള്ളവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായി ഭിന്നശേഷിക്കാർക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കലാപരമായിട്ടുള്ള കഴിവുകളെയും അവരുടെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കലാ സംഗമം നടത്തുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ കോട്ടയത്ത് മൗണ്ട് കാർമൽ സ്കൂളിൽ വെച്ചിട്ട് വിവിധ സ്കൂളുകളിൽ നിന്നൊരു 100-150ഓളം കുട്ടികൾ പങ്കെടുത്ത കുട്ടികളുടെ ഒരു കലാ മത്സരമാണ്. അവർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് 1, 2, 3 സമ്മാനങ്ങൾ കരസ്ഥമാക്കിയവർക്ക് ക്യാഷ് പ്രൈസ് നൽകി. അങ്ങനെയുള്ള ഒരു കലാപരിപാടിയാണ് കഴിഞ്ഞ വർഷം നടത്തിയത്. ഈ വർഷം നമ്മൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് പല കഴിവുകൾ, കലാപരമായിട്ടുള്ള പല കഴിവുകളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഈ പ്രാവശ്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് കുട്ടികളെന്നല്ല എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുടേതായിട്ടുണ്ട്. അപ്പോൾ
അത് നല്ല രീതിയിലുള്ള ജനങ്ങളുടെ ഒരു പ്രോത്സാഹനവും പിന്തുണയും ഇവർക്ക് കിട്ടുന്നതിനും അങ്ങനെയുള്ള ആത്യന്തിക ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. അവർക്ക് നമ്മൾ നാളെ ക്യാഷ് പ്രൈസും മൊമെന്റോയും നൽകി ആദരിക്കുന്നുണ്ട് സ്റ്റേജിൽ.